മകരവിളക്ക് ദർശനത്തിനുള്ള ഒരുക്കങ്ങൾ ഇടുക്കി ജില്ലയിൽ പൂർത്തിയായി. ഇത് സംബന്ധിച്ചുള്ള അവലോകന യോഗം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടന്നു. വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനം പൂർത്തിയായതായി ജില്ലാ കളക്ടർ അറിയിച്ചു. ശബരിമല മകരവിളക്ക് മഹോത്സവത്തിന്റെ ഒരുക്കവുമായി ബന്ധപ്പെട്ട് ഇടുക്കി ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ കുമളിയിൽ വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു. ജില്ലാ പോലീസ് മേധാവി ടി.കെ. വിഷ്ണു പ്രദീപ്, സബ് കളക്ടർ അരുൺ എസ് നായർ, വനം വകുപ്പ് ഡെപ്യൂട്ടി കളക്ടർ കെ.വി. ഹരികൃഷ്ണൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. മകരവിളക്ക് സംബന്ധിച്ച ഒരുക്കങ്ങൾ ഇടുക്കി ജില്ലയിൽ പൂർത്തിയായതായി ജില്ലാ കളക്ടർ പറഞ്ഞു. പുല്ലുമേട്, പരുന്തുംപാറ, പാഞ്ചാലിമേട് എന്നിവിടങ്ങളിലാണ് ദർശന സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഭക്തരെയാണ് പ്രതീക്ഷിക്കുന്നത്. 1400ഓളം പോലീസുകാരെ വിവിധ പോയിന്റുകളിൽ നിയോഗിക്കും. വള്ളക്കടവിൽ നിന്ന് പുല്ലുമേട് ടോപ്പ് വരെ ഓരോ 2 കിലോമീറ്റർ ഇടവിട്ട് ആംബുലൻസ്, മെഡിക്കൽ ടീമിന്റെ സേവനം, 1 കിലോമീറ്റർ ഇടവിട്ട് കുടിവെള്ള സൗകര്യം എന്നിവ ഒരുക്കിയിട്ടുണ്ട്. ICU, ആംബുലൻസ്, മെഡിക്കൽ ടീം തുടങ്ങിയവയുടെ സേവനങ്ങൾ ആരോഗ്യ വകുപ്പാണ് സജ്ജമാക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പ് സുരക്ഷാ ബാരിക്കേഡുകളുടെ നിർമ്മാണം പൂർത്തിയാക്കി. ഉപ്പുപാറ, പുല്ലുമേട് എന്നിവിടങ്ങളിൽ 5000 ലിറ്റർ വാട്ടർ ടാങ്കിൽ സ്ഥാപിക്കുന്നതിനുള്ള ജോലി വാട്ടർ അതോറിറ്റിയും പൂർത്തിയാക്കിയിട്ടുണ്ട്. കോഴിക്കാനത്ത് 2000 ലിറ്റർ വെള്ളം ശേഖരിക്കാൻ കഴിയുന്ന ടാങ്ക്, മറ്റ് സ്ഥലങ്ങളിൽ ചെറിയ ടാങ്കുകൾ എന്നിവയാണ് സ്ഥാപിച്ചിട്ടുള്ളത്. 6 പോയിന്റുകളിലാണ് അഗ്നിരക്ഷാ വകുപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. കോഴിക്കാനം മുതൽ പുല്ലുമേട് വരെ 14 കിലോമീറ്റർ വെളിച്ച സംവിധാനവും സജ്ജീകരിച്ചിട്ടുണ്ട്. ഭക്തർക്ക് മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിൽ അറിയിപ്പ് നൽകും. കോഴിക്കാനം, പുല്ലുമേട് എന്നിവിടങ്ങളിൽ വനം വകുപ്പ് ഭക്തർക്കായി കഫറ്റീരിയ സേവനവും നൽകും. മകരവിളക്ക് ദിവസം BSNLന്റെ സേവനവും പുല്ലുമേട്ടിലുണ്ടാകും. കുമളിയിൽ നിന്ന് KSRTC ബസ്സുകൾ ഉച്ചയ്ക്ക് 1 മണി വരെ സർവീസ് നടത്തും. 65 സർവീസുകളാണ് നിലവിൽ ഒരുക്കിയിട്ടുള്ളത്. എന്നാൽ ആവശ്യമെങ്കിൽ കൂടുതൽ ബസ്സുകളും എത്തിക്കും. വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് വഴി ഉച്ചയ്ക്ക് 2 മണി വരെ മാത്രമേ ഭക്തരെ പ്രവേശിപ്പിക്കൂ. ശബരിമലയിൽ നിന്ന് പുല്ലുമേട്ടിലേക്ക് രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെ യാത്ര ചെയ്യാൻ അനുമതിയുള്ളൂ. വിളക്ക് കണ്ടു കഴിഞ്ഞ ശേഷം തിരികെ ശബരിമലയിലേക്ക് പോകാൻ അനുമതിയില്ല. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുന്നതിന് കർപ്പൂരം കത്തിക്കുന്നത് അടക്കമുള്ളവ പുല്ലുമേട്ടിൽ ഒഴിവാക്കണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു. 10 പോയിന്റുകളായിട്ട് ഈ പുല്ലുമേടിൽ തന്നെ 10 പോയിന്റുകളായിട്ടുള്ള എല്ലാ പോയിന്റുകളിലും ആവശ്യത്തിന് 2 കിലോമീറ്റർ ഇടവിട്ട് ആംബുലൻസുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മെഡിക്കൽ ടീമിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ പോലീസ്, ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥരും എല്ലാ പോയിന്റുകളിലും ഉണ്ടായിരിക്കും. പിന്നെ കുടിവെള്ള സൗകര്യങ്ങൾ, മെഡിക്കൽ ടീമിൻ്റെ സൗകര്യങ്ങൾ, ബാക്കി എല്ലാ അറേഞ്ച്മെൻറ്റ്സും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവലോകന യോഗത്തെ തുടർന്ന് കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം പുല്ലുമേട്, പരുന്തുംപാറ, പാഞ്ചാലിമേട് എന്നീ സ്ഥലങ്ങൾ സന്ദർശിച്ചു. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.